മട്ടാഞ്ചേരി പശ്ചാത്തലമായുള്ള പ്രവാസത്തിന്റെ കഥയാണിത്. സോളമൻ ഹലേക്വ എന്ന സ്ലോമോ മുത്തയുടെ കഥ. 72 വർഷം ജീവിച്ച മണ്ണ് വിട്ട് തങ്ങളുടെ കൂടെ ഇസ്രായേലിലേക്ക് വരണമെന്നാണ് മുത്തയുടെ മക്കളുടെ ആവശ്യം. പക്ഷേ തിമോരാമ ഉറങ്ങുന്ന മണ്ണ് വിട്ട് അയാൾക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക? ഒരിക്കൽ തിമോരയും സ്ലോമോ മുത്തയും ഒന്നിച്ച് സ്വപ്നം കാണാറുണ്ടായിരുന്നു. മുരിങ്ങയും താമരയും ഒക്കെ പൂത്തു നിൽക്കുന്ന ഇസ്രായേലിലെ വീട്ടുമുറ്റം. അന്നാട്ടിലെ അവസാനത്തെ ജൂതനാണ് സ്ലോമോ മുത്ത. നിറയെ ആന്റിക് പീസ് കളക്ഷനുകളുള്ള ആ വീട് ആളൊഴിഞ്ഞ കടൽ തീരം പോലെ നഗ്നമാക്കപ്പെടുമ്പോൾ പോവാണോ മുത്ത എന്ന് ചോദിക്കുന്ന എല്ലാവരോടും ഉത്തരം പറയാതെ നിൽക്കുന്ന മുത്തയുടെ ഉള്ളിൽ എനിക്ക് എങ്ങനെയാണ് പോവാൻ കഴിയുക എന്ന ഒരു മറു ചോദ്യം അലയടിക്കുന്നുണ്ട്. പക്ഷേ ഉർസുലയ്ക്കും സലീമയ്ക്കും ഒറ്റ വാശിയാണ് പപ്പായെ മട്ടാഞ്ചേരിയിൽ നിന്നും ഇസ്രായേലിലേക്ക് പറിച്ചു നടണമെന്ന്. ഒരു കാലമെത്തി കഴിയുമ്പോൾ മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്ക് അന്യമാകും. അവർ പറയുന്നതൊന്നും മനസ്സിലാകാതെ മറ്റേതോ രാജ്യത്തു നിന്നുള്ള അന്തേവാസികളോടെന്ന പോലെ അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ലാസറച്ചായി കാരണമാണ് പപ്പ നാടുവിട്ടു വരാൻ കൂട്ടാക്കാത്തതെന്ന് ഉർസുല പറഞ്ഞത്. നോവൽ വായിച്ചു തീരുമ്പോൾ സ്ലോമോ മുത്ത എന്ന സോളമൻ ഹലേഗ്വായും അയാളുടെ 12 പൂച്ചകളും ലാസറും മാർത്തയുമെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ കോണിൽ എവിടെയെങ്കിലും താമസമാക്കിയിട്ടുണ്ടാകും. DC ബുക്സിന്റെ സുവർണ ജൂബിലി നോവൽ മത്സരത്തിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ സുരേഷ് കുമാറിന്റെ ഡയാസ്പൊറ വീടില്ലാത്തവരുടെ കഥയാണ്. രാജ്യമില്ലാത്തവരുടെയും